ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു കണ്ടത്? അതിന്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് പോയത്. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ അണ്ടർഗ്രൗണ്ട് കേബിളിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ പറഞ്ഞു ഒരു ടെക്നിക്സ് ഒക്കെ വെച്ച് പഠിച്ചതാണ് അല്ലെ. സിംബാസ് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ, ഇൻസുലേറ്റർ, പിന്നെന്തായിരുന്നു അടുത്തത് CIM മെറ്റാലിക് ഷീറ്റ്, എന്തായിരുന്നു ബി അല്ലെ, CIMB ബെഡിങ്, പിന്നെ ആർമറിങ്, സെർവിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു ആ ഒരു കൺസ്ട്രക്ഷനിൽ. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിനെ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടർ, അതായത് കോർ. നടുവിൽ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് കണ്ടില്ലേ? ആ ഒരു കോറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കേബിൾസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് സിംഗിൾ കോർ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസ് കുറെ വരുന്നുണ്ട്. നമുക്ക് നോട്ട് ചെയ്യാം ഏതൊക്കെയാണെന്ന്. അതുപോലെ നമുക്കറിയാം വോൾട്ടേജ്, ബേസ്ഡ് ഓൺ വോൾട്ടേജ് ക്യാരിയിങ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കേബിൾസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ നോട്ട് ചെയ്യാം ഏതൊക്കെയാണെന്ന്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കേബിൾസ്, അതായത് UG കേബിളിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, PVC, XLPE എന്നൊക്കെ പറഞ്ഞ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചില്ലേ? ആ ഒരു അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു UG കേബിളിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ബൈ വോൾട്ടേജ് റേറ്റിംഗ്, അതായത് ഹൈ വോൾട്ടേജ് ആണോ, ലോ വോൾട്ടേജ് ആണോ, മീഡിയം വോൾട്ടേജ് ആണോ, ആ ഒരു ക്ലാസിഫിക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു കേബിൾസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ബൈ നമ്പർ ഓഫ് കോർ. ഞാൻ പറഞ്ഞല്ലേ, സിംഗിൾ കോർ, മൾട്ടിപ്പിൾ കോർ അല്ലെ, അങ്ങനെയുള്ള അതായത് കോറിന്റെ നമ്പർ ഓഫ് കോറിനെ ബേസ് ചെയ്തിട്ടും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ നമ്മൾ 3 ഫേസിലൊക്കെ പോകുന്നില്ലേ, അതും ബേസ് ചെയ്തിട്ടും എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നോട്ട് ചെയ്യാം ഓരോ പോയിന്റും എങ്ങനെയാണ് ഓരോ ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, കേബിൾസ് ആർ also classified according to their insulation system. ഏതൊക്കെയാണ് നോക്കിയേ, PVC ഇൻസുലേറ്റഡ് കോയിൽ. നമ്മൾ ഇൻസുലേഷൻ മെറ്റീരിയലിന് PVC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? PVC ഇൻസുലേറ്റഡ് കേബിൾ എന്ന് പറയാം. അടുത്ത നോക്കിയേ, MI കേബിൾ, അതായത് മിനറൽ ഇൻസുലേഷൻ കൊടുക്കുന്നത് ഏതാണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. പിന്നെന്താ, PILC. പ്രീവിയസ് ഇയറിൽ ഇതിന് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XLPEയുടെ അബ്രിവേഷൻ, അതുപോലെ PVCയുടെ ഫുൾ ഫോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നോക്കിയേ, PILC കേബിൾ, പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് കവേർഡ് കേബിൾ. അടുത്തത് നോക്കിയേ, XLPE കേബിൾ, ക്രോസ്ഡ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ. ഒരുപാട് തവണ ചോദിച്ചിട്ടാണ് XLPEയുടെ ആ ഒരു ഫുൾ ഫോം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അക്കോർഡിംഗ് ബേസ്ഡ് ഓൺ ഇൻസുലേഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? മർക്കോ ഏതൊക്കെയാണ്? ഒന്ന് PVC, MI. ഇതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇത് ഞാൻ ജസ്റ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ കേബിൾസിന്റെ ക്ലാസിഫിക്കേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൽ കൂടുതലും എന്താണ് ഒരുപാട് ഇൻസുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ എന്താണ് PVC ഇൻസുലേറ്റഡ് കേബിൾ വരുന്നുണ്ട്, MI കേബിൾ, PILC കേബിൾ, XLPE കേബിൾസ്. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കേബിളിനെ ഇൻസുലേഷൻ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് നോക്കിയേ, ഓരോന്നും ഞാൻ തന്നിട്ടുള്ളത് PVCയുടെ സ്ട്രക്ചർ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നോക്കിയേ, ഇൻസുലേഷൻ ആയിട്ട് എന്താണ്? കണ്ടക്ടർ ഉണ്ട്. ഇതെന്താണ്? PVC ഷീറ്റ് അല്ലെങ്കിൽ PVC ഇൻസുലേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. യൂസ്ഡ് ഫോർ, എവിടെയാണ് നമ്മൾ PVC ഉപയോഗിക്കുന്നത്? ലോ വോൾട്ടേജ്, അതായത് നമ്മളുടെ ഡൊമസ്റ്റിക് വയറിംഗ് പർപ്പസിലൊക്കെയാണ് ആരിനെ ഉപയോഗിക്കുന്നത്? ഈ ഒരു PVC ഇൻസുലേറ്റഡ് കേബിളിന് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ടിപ്പിക്കലി അപ് ടു 70 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഫ്ലെക്സിബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കെമിക്കൽ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. PVC കേബിൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അതായത് എക്സാമ്പിൾ നമ്മളുടെ ഡൊമസ്റ്റിക് വയറിംഗ് തന്നെ, അതിന്റെ ടെമ്പറേച്ചർ ആ ഒരു ഡിഗ്രി സെൽഷ്യസ് 70 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫ്ലെക്സിബിൾ ആണ് ആള്, പിന്നെന്താ? കെമിക്കൽ റെസിസ്റ്റന്റ് ആണ്. ക്ലിയർ? അടുത്ത ആളാരായിരുന്നു? MI കേബിൾ, മിനറൽ ഇൻസുലേഷൻ കേബിൾ. കാണുന്നില്ലേ? എന്താണ്?
ഇംപെർമിനേറ്റഡ് പേപ്പർ ഇൻസുലേഷൻ, കണ്ടക്ടർ ഉണ്ട്, സ്ക്രീനിങ് ഉണ്ട്, ലെഡ് ഷീറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അറിയുന്ന കേസ് തന്നെ കേബിളിന്റെ അതേ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഹൈലി ഇതിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫയർ പ്രൂഫ് ആയിട്ടുള്ള കേബിൾ ആണ്. അതായത് ഹൈലി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള capability ആർക്കുണ്ട്? ഈ MI കേബിളിന് ഉണ്ട്. യൂസ്ഡ് ഇൻ എന്താണ് ക്രിട്ടിക്കൽ എൻവയോൺമെന്റൽ, റിജിഡ്, can carry high current in a smaller diameter. ഓരോന്നിന്റെയും പ്രത്യേകതകളാണ് നോട്ട് ചെയ്ത് പോവുക. തിയററ്റിക്കൽ പോർഷൻസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഏതാ വരുന്നത്? PILC കേബിൾ, പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് കവേർഡ് കേബിൾ. എവിടെയാണ് ഉപയോഗിക്കുന്നത്? മീഡിയം വോൾട്ടേജിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? കാണുന്നില്ലേ? എവിടെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ മീഡിയം വോൾട്ടേജ്. ലെഡ് ഷീറ്റ് പ്രൊവൈഡ് ആൻ എക്സലന്റ് മോയിസ്ചർ ബാരിയർ, റിജിഡ് ആൻഡ് ഹെവി. അതാണ് ആരുടെ പ്രത്യേകത? നമ്മളുടെ PILC കേബിളിന്റെ പ്രത്യേകതകൾ. അപ്പൊ അടുത്ത കേബിൾ ഏതാ? XLPE കേബിൾ അല്ലെ? XLPE ഫുൾ ഫോം ഓർത്ത് വെക്കുക. എന്താണ്? ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വൈഡ് അപ്ലിക്കേഷൻ ഇൻ ഹൈ വോൾട്ടേജ് ആൻഡ് മീഡിയം വോൾട്ടേജ്. ഹൈ വോൾട്ടേജിലും അതുപോലെ തന്നെ എന്താണ് മീഡിയം വോൾട്ടേജ് അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ആരിനെ യൂസ് ചെയ്യാറുണ്ട്? ഈ XLPE കേബിൾസിനെ ഉപയോഗിക്കാറുണ്ട്. നോക്കിയേ, ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. അതായത് എബൌട്ട് 90 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ XLPE കേബിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, സുപ്പീരിയർ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, ലോവർ ലോസ് കമ്പയർ ടു PVC. PVC-നെ കമ്പയർ ചെയ്യുമ്പോൾ XLPEക്ക് എന്താണ്? ലോസ് കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. ക്ലാസിഫിക്കേഷൻസ് ഓഫ് എന്താണ്? ബേസ്ഡ് ഓൺ ഇൻസുലേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ക്ലാസിഫൈ ചെയ്തത് അല്ലേ? PVC, MI, PILC, പിന്നെന്താണ് XLPE എന്ന് പറയുന്ന കേബിൾസ് ഒക്കെ. അപ്പൊ അതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാട്ടോ. കാരണം ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. ഞാൻ പറഞ്ഞു അതിന്റെ ഫുൾ ഫോം, XLPEയുടെ ഫുൾ ഫോമും അതുപോലെ തന്നെ PVCയുടെ ഫുൾ ഫോം ഒക്കെ ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. അതായത് അത്രയും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഏതാ പഠിച്ചത്? ഇൻസുലേഷൻ കേബിളിന്റെ അതായത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇൻസുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോട്ട് ചെയ്തത് അല്ലെ? അടുത്തത് എന്താ നോക്കി? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ബൈ വോൾട്ടേജ് റേറ്റിംഗ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വോൾട്ടേജ് റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതായത് ബേസ്ഡ് ഓൺ വോൾട്ടേജ്. അപ്പൊ ആദ്യം എന്താ വരുന്നത്? ലോ ടെൻഷൻ കേബിൾസ്. അതിന്റെ വോൾട്ടേജ് ആണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പൊ ലോ ടെൻഷൻ കേബിൾ എത്ര വോൾട്ടേജ്, ആ ഒരു റേഞ്ച് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് അപ് ടു 1000 വോൾട്ട് ഓർ 1 kV. റേഞ്ച് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കിയേ, ലോ ടെൻഷൻ ആ കേബിൾസ് ആണെങ്കിൽ അപ് ടു 1000 വോൾട്ട് ഓർ 1 kV ആണ്. ഹൈ ടെൻഷൻ കേബിൾസ് എന്ന് പറയുമ്പോൾ അപ് ടു 11,000 വോൾട്ട് അല്ലെങ്കിൽ 11 kV ആണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഓരോ റേഞ്ചുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. അടുത്തത് നോക്കിയേ, സൂപ്പർ ടെൻഷൻ കേബിൾസ് ഫ്രം 22 kV ടു 33 kV. ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സൂപ്പർ ടെൻഷൻ കേബിൾസ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രം 33 kV ടു 66 kV ഉള്ള ആ ഒരു റേഞ്ച് ഫോക്കസ് ചെയ്യുക കേട്ടോ. അടുത്ത എന്താ? എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് കേബിൾ എന്ന് പറയുമ്പോൾ ബിയോണ്ട് 132 kV ആണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഓരോന്നും. അതായത് ആ വോൾട്ടേജ് റേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതെന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് അതുപോലെ വരാറുണ്ട്. പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതായത് കേബിൾസിലെ ലോ ടെൻഷന്റെ എന്താണ്? അപ് ടു 1 kV, ഹൈ ടെൻഷൻ ആണെങ്കിൽ 11 kV, സൂപ്പർ ടെൻഷൻ ആണെങ്കിൽ 22 kV ടു 33 kV, എക്സ്ട്രാ ഹൈ ടെൻഷൻ ആവുമ്പോൾ 33 ടു 66 kV. എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് കേബിൾ ആണെങ്കിൽ ബിയോണ്ട് 132 kV. ആ ഒരു റേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അത്രയും ഇമ്പോർട്ടൻസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. നോക്കിയേ, ഓരോന്നിൻ്റെയും ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അണ്ടർഗ്രൗണ്ട് കേബിളിലെ ലോ ടെൻഷൻ അപ് ടു 1 kV വരെ. നോക്കിയേ, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആണ്
നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. സൂപ്പർ ടെൻഷൻ ആകുമ്പോൾ 11 kV, എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ ആകുമ്പോൾ 33 kV, ഹൈ ടെൻഷൻ കേബിൾ ആകുമ്പോൾ അപ് ടു 66 kV. നമുക്ക് എക്സ്ട്രാ ഹൈ ടെൻഷന്റെ ആണെങ്കിൽ 132 kV വരെ ഉപയോഗിക്കാം. അപ്പൊ കാണുന്നില്ലേ, ഓരോന്നിന്റെയും ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടതാണ് അല്ലെ, നമ്മൾ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ കണ്ടതാണ് കേബിൾസിന്റെ. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഓരോന്നിന്റെയും സ്ട്രക്ചറും അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സാധാരണ എന്താ ഡിസ്ട്രിബ്യൂഷനിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതൊക്കെ എന്താ ട്രാൻസ്മിഷന്റെ കേസിൽ, ഹൈ പവർ ട്രാൻസ്മിഷന്റെ കേസിലാണ് ഈ എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ, ഹൈ ടെൻഷൻ, എക്സ്ട്രാ ഹൈ ടെൻഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ. നെക്സ്റ്റ് എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, ബേസ്ഡ് ഓൺ. ഇപ്പൊ നമ്മൾ നോക്കിയത് ഏതാണ്, വോൾട്ടേജ് ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ എന്താണ്, കോർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പൊ നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ബൈ നമ്പർ ഓഫ് കോർ. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാണ് ബേസ്ഡ് ഓൺ കോർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കിയേ, കേബിൾ ടൈപ്പിന്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, സിംഗിൾ കോർ, അതുപോലെ എന്താ 2 കോർ, 3 കോർ, 4 കോർ, അതുകൂടാതെ 3.5 കോർ. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോർ ബേസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മറക്കരുത്, ഏതൊക്കെയാണ്, സിംഗിൾ കോർ, 2 കോർ, 3 കോർ, 4 കോർ, അല്ലെങ്കിൽ എന്താണ് 3.5 കോർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത നോക്കിയേ, ഒരു സെന്റർ കണ്ടക്ടർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇതില്, സിംഗിൾ കോറിന്റെ കേസിൽ. 2 കോറിൽ എന്താണ്, ഒരു ഫേസ് കണ്ടക്ടറും ഒരു ന്യൂട്രൽ കണ്ടക്ടർ കൂടി ഉണ്ടാവും. നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, അപ്പൊ എങ്ങനെയാണ് വരുന്നതെന്ന്. അടുത്ത നോക്കിയേ, 3 കോറിന്റെ കേസിൽ എങ്ങനെയാണ്, 3 ഈക്വൽ ഫേസ് കണ്ടക്ടേഴ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത 4 കോറിൽ എന്താണ്, 3 ഫേസ് കണ്ടക്ടർ കൂടാതെ ഒരു ഫുൾ സൈസ്ഡ് ന്യൂട്രൽ കൂടി അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എന്താ, 3.5 കോറിന്റെ കേസിൽ വരുമ്പോൾ 3 ഫേസ് കണ്ടക്ടർ പ്ലസ് 1/2 സൈസ്ഡ് ന്യൂട്രൽ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വരുന്നത് നോക്കിയാൽ അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ്, ഓരോന്നിന്റെയും സിംഗിൾ കോറിന്റെ വോൾട്ടേജ് റേറ്റിംഗ് നോക്കിയാൽ 66 kV ആൻഡ് എബോവ് ആണ് ഒരു സിംഗിൾ കോറിന്റെ വോൾട്ടേജ് റേറ്റിംഗ്. അതിന്റെ കപ്പാസിറ്റി കാപ്പബിൾ എന്ന് പറയുന്നത് എവിടെയാണ് അത് യൂസ് ചെയ്യുക, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ഗ്രിഡ് അല്ലെങ്കിൽ എന്താ പവർ സ്റ്റേഷൻസിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നോക്കിയേ, 2 കോറിന്റെ കേസ് എടുക്കുമ്പോൾ അപ് ടു 1.1 kV വരെയുള്ളതിലാണ് യൂസ് ചെയ്യുക. ഇത് വേരി ചെയ്യാം കേട്ടോ, അത് ബേസ്ഡ് ഓൺ. കാരണം നമ്മൾ റെഫർ ചെയ്യുന്നത്, ഞാൻ വീണ്ടും പറയാണ്, ഇത് ബേസ്ഡ് ഓൺ. നമ്മളൊരു റേഞ്ച്, അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെയാണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലാണ്, കുറച്ചൊക്കെ വേരി ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് എവിടെ യൂസ് ചെയ്യുന്നത്, സിംഗിൾ ഫേസ് റെസിഡൻഷ്യൽ സപ്ലൈ, സിമ്പിൾ DC ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു 2 കോറിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് എന്താ, 3 കോറിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഏതൊക്കെയാണ്, 1.1 kV ടു 33 kV റേഞ്ചിലുള്ള വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാം. ബാലൻസ്ഡ് 3 ഫേസ് AC ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഇൻഡസ്ട്രിയൽ ഫീഡ്സിലൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അത് അടുത്ത നോക്കിയാൽ 4 കോറും നിയർലി എന്താ 1.1 kV ടു 33 kV തന്നെയാണ്. പക്ഷെ എന്താണ്, അൺബാലൻസ് 3 ഫേസ് ലോഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അതായത് 3 ഫേസുകളും ഒരേപോലെയല്ല, അതാണ് ബാലൻസ്ഡ് എന്ന് പറയുന്നത് അല്ലെ. ബാലൻസ് ഒരുമിച്ച് എടുക്കുന്നത്. പക്ഷെ ഇതിലെന്താ പറയുന്നത്, ഇതിനകത്ത് പ്രത്യേകത അൺബാലൻസ്ഡ് 3 ഫേസ് ആണ്. അതായത് 3 ഫേസിലും ഒരേപോലെ ആയിരിക്കില്ല, ബാലൻസിങ് ഇല്ലാത്തത്. പിന്നെന്താ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിയേ, 3.5 കോർ ആ ഒരു കേസിൽ വരുമ്പോൾ അപ് ടു 1.1 kV തന്നെയാണ്. ഇൻഡസ്ട്രിയൽ പവർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മോഡറേറ്റ്ലി അൺബാലൻസ്ഡ് ലോഡിലൊക്കെയാണ് അതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സിംഗിൾ കോർ, 2 കോർ, 3 കോർ, 4 കോർ കണ്ടു. അത് കൂടാതെ എന്താണ്, 3 കോറിന്റെ കൂടെ ഒരു 1/2 കോർ കൂടി ഉള്ളതാണ്. ക്ലിയർ. എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ കോൺഫിഗറേഷൻ കണ്ടു. സ്റ്റാൻഡേർഡ് വോൾട്ടേജ് റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്ലിക്കേഷൻസ് നോട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. നോക്കിയേ, ഞാൻ സിംഗിൾ കോർ കേബിൾ പറഞ്ഞു, ഒരു ഫേസ് കണ്ടക്ടർ മാത്രമേ ഉള്ളൂ, ഒറ്റ കോറേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ. അടുത്തത് നോക്കിയേ, 2 കോറിന്റെ കേസിൽ എന്താ, 2 കോറുകൾ, അതായത് ഒരു ഫേസും ഒരു ന്യൂട്രലും, 2 കോർ കാണുന്നില്ലേ, അപ്പൊ 2 കോർ കിട്ടി. 3 കോർ എടുക്കുമ്പോൾ നോക്കൂ, 3 ഫേസ് കണ്ടക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്.
ഡയഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതായിരിക്കും അതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. അടുത്തത് നോക്കൂ, 4 കോറിന്റെ കേസിൽ നോക്കിയേ 4 കോറുകളാണ് അല്ലെ, 3 ഫേസും ഒരു ന്യൂട്രലും അതിനകത്ത് വരുന്നുണ്ട്. അടുത്തത് നോക്കിയേ 3.5 കോറിന്റെ കേസിൽ എങ്ങനെയാ കോൺഫിഗറേഷൻ വരുന്നത്? 3 ഫേസും ഒരു ഹാഫ് പറയുന്നത് എന്താ, ഒരു കുഞ്ഞു സാധനം കാണുന്നില്ലേ, ചെറിയൊരാളായിട്ടാണ് വരുന്നത് അല്ലെ. 3.5 കോർ ആ ഒരു റേഞ്ചിൽ ചെറിയൊരു ഡയഗ്രാം ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോർ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താ, കേബിൾസ് ഫോർ 3 ഫേസ് സർവീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ഫേസ് സർവീസിൽ വരുന്നത്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ബെൽറ്റഡ് കേബിൾ. അതിന്റെ റേഞ്ച്, വോൾട്ടേജ് റേഞ്ച് വന്നിട്ട് അപ് ടു 11 kV വരെയാണ്. അടുത്തത് നോക്കി, സ്ക്രീൻഡ് കേബിൾ ഫ്രം 22 kV ടു 66 kV വരെയാണ് ആ ഒരു റേഞ്ച്. ആ ബെൽറ്റഡ് കേബിൾ തന്നെ, സ്ക്രീൻഡ് കേബിളിൽ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് H ടൈപ്പ് കേബിൾസ് ഉണ്ട്, SL ടൈപ്പ് കേബിൾസും വരുന്നുണ്ട്. പിന്നെന്താ, പ്രഷർ കേബിൾ വരുമ്പോൾ ബിയോണ്ട് 66 kV. ഈ ഒരു വോൾട്ടേജ് റേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം വോൾട്ടേജ് റേഞ്ച് റിലേറ്റഡ് ആയിട്ടാണ് എപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബെൽറ്റഡ് കേബിൾ ആണെങ്കിൽ 11 kV, സ്ക്രീൻഡ് കേബിൾ ആണെങ്കിൽ ഫ്രം 22 ടു 66 kV ആണ്. പ്രഷർ കേബിൾ ആണെങ്കിൽ ബിയോണ്ട് 66 kV. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്യണം. പിന്നെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, സ്ക്രീൻഡ് കേബിൾ ആണെങ്കിൽ അതിൽ H ടൈപ്പ് കേബിൾസ് ഉണ്ട്, അതുപോലെ SL ടൈപ്പ് കേബിൾസ് വരുന്നുണ്ട്. പ്രഷർ കേബിൾ ആണെങ്കിൽ ഓയിൽ ഫിൽഡ് കേബിൾസ്, അതുപോലെ തന്നെ ഗ്യാസ് ഫിൽഡ് കേബിൾസ്. ഇതൊക്കെ നിങ്ങൾ എന്തിൽ പഠിക്കുന്നതാണ്, പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻ ഡെപ്ത് ആയിട്ട് ഓരോന്നിന്റെയും കേബിൾസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പഠിക്കും. പക്ഷെ നമ്മൾ എന്താണ്, ഇതിന്റെ ബേസ് മാത്രമാണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടത് കേട്ടോ. പവർ സിസ്റ്റം പഠിക്കുമ്പോൾ അതിനകത്തുണ്ട്, അതായത് ബെൽറ്റഡ് കേബിൾ എന്താണ്, ഏത് റേഞ്ചിലാണ്, ഇതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സെക്ഷനിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഓരോന്നും നോക്കാം. നോക്കിയേ, ഇതാണ് നമ്മളുടെ എന്ത് 3 ഫേസ് കേബിൾ ഫോർ കൺസ്ട്രക്ഷൻ ഡിസൈൻ ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നോക്കിയേ ബെൽറ്റഡ് കേബിൾ അപ് ടു 11 kV വരെ, അതല്ലേ നമ്മൾ തന്നത്. അതിന്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇത്. വോൾട്ടേജ് അപ് ടു 11 kV ആണ്. ഡിസൈൻ എങ്ങനെയാണ്, കോമൺ പേപ്പർ ബെൽറ്റുകളാണ്. ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട് അല്ലെ, പേപ്പർ ബെൽറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെന്താ ലിമിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് നോട്ട് പ്യുവർലി, അതെന്തായിരിക്കും, റേഡിയൽ ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത നോക്കിയാൽ സ്ക്രീൻഡ് കേബിൾസ് 22 kV ടു 66 kV വരെയാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കിയാൽ അതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻസ് വന്നു, നമ്മൾ നോട്ട് ചെയ്തതല്ലേ. H ടൈപ്പ് കേബിൾസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് SL ടൈപ്പ് അല്ലെ, സെപ്പറേറ്റ് ലെഡ് കേബിൾസും ഉണ്ട് അതിനകത്ത്. അപ്പൊ നോക്കിയാൽ സ്ട്രെസ് ക്യാരക്ടറിസ്റ്റിക്സ്, ടാൻജൻഷ്യൽ സ്ട്രെസ് കൺവേർട്ടഡ് ടു മാനേജബിൾ റേഡിയൽ സ്ട്രെസ് ആണ്. നോട്ട് ചെയ്യുക. വോൾട്ടേജ് റേറ്റിംഗ് നോക്കുക. എന്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, മെക്കാനിക്കൽ പേപ്പർ ഓർ ലെഡ് വെച്ചിട്ടാണ്. ഇൻഡിവിജ്വൽ കോർ സ്ക്രീൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിന്റെയും ആ ഒരു വോൾട്ടേജ് റേഞ്ചിൽ നിന്നാണ് എപ്പോഴും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാത്തിനും എന്ത് ചെയ്യുക, അത് ആ ഒരു വോൾട്ടേജ് റേഞ്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഓരോന്നും. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് നോക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന്, ആദ്യം ഇൻസുലേഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ കൊടുത്തു അല്ലെ, അതാണ് PVC, XL, PE, MI എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു നമ്മൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിന്റെയും ഫുൾ ഫോം നോട്ട് ചെയ്യുക. സെക്കൻഡ് വൺ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തത്, ബേസ്ഡ് ഓൺ എന്തായിരുന്നു, വോൾട്ടേജ് റേറ്റ് അല്ലെ, വോൾട്ടേജ് റേറ്റിംഗ് ആയിരുന്നു. അതായത് ലോ ടെൻഷൻ ആണോ, ഹൈ ടെൻഷൻ ആണോ അല്ലെ, അങ്ങനെയുള്ള ആ ഒരു വോൾട്ടേജ് റേഞ്ചിങ് ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. തേർഡ് കേസ് എന്തായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുള്ളായിരുന്നത്, ബേസ്ഡ് ഓൺ കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. സിംഗിൾ കോർ, 2 കോർ, 3 കോർ അങ്ങനെ പറഞ്ഞ ക്ലാസിഫൈ ചെയ്തു. ഫോർത്ത് വൺ എന്തായിരുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് 3 ഫേസ് കേബിൾ. അതിൽ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൽറ്റഡ് കേബിൾ, സ്ക്രീൻഡ് കേബിൾ, പ്രഷർ കേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വോൾട്ടേജ് റേറ്റിംഗ് ആണ്. കൂടുതലായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത് എവിടെയാണ്, പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുമ്പോഴാണ്. അതായത് അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്
നോട്ട് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്താണ് UG കേബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ CC ആപ്പിൽ KICB വർക്കർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൈവ് സെക്ഷൻസും PYQും MCQs ഡിസ്കഷൻസിനൊക്കെ ഉള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. ഓക്കെ, താങ്ക് യു.